ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. UI ഉപേന്ദ്ര അല്ലെങ്കിൽ ഉപ്പി എന്നൊക്കെ ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന പുള്ളിക്കാരന്റെ നായകനായിട്ടൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഡയറക്ടർ എന്ന രീതിയിൽ പുള്ളിക്കാരൻ വേറെ ലെവലാണ്. മുമ്പ് ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നോക്കുമ്പോൾ UIക്ക് ഉള്ള പ്രേക്ഷകർ അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആരാധകർ എന്ന് പറയുന്നത് അവർ അത്രയും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ്. എക്സൈറ്റഡ് എന്നുള്ള വാക്ക് ഇപ്പോൾ കുറെ ആയിട്ട് പറയുന്നത്, കാരണം 2024 വരാനുള്ള സിനിമകളുടെ ലെവൽ ആ റേഞ്ചിലാണ്. അങ്ങനെ നോക്കുമ്പോൾ കന്നഡ തന്നെയാണെന്ന് വിചാരിക്കും. കന്നഡ തെലുങ്കാണോ, കന്നഡയെന്ന് തോന്നുന്നു. അതിൽ നിന്ന് വരുന്ന ഗംഭീര സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട സിനിമയാണ് UI. പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ആൻഡ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന പുള്ളിക്കാരൻ തന്നെയാണ്. എനിവേ, അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ട് ടൈറ്റിൽ അനൗൺസ്മെന്റ് ഒക്കെ വേറെ ലെവലായിരുന്നു. സോ സമയം കളയാതെ ലെറ്റ്സ് വാച്ച്. റെഡി. ലഹരി ഫിലിം, വീനസ് എന്റർടൈനേഴ്സ്. This is not AI world. റോസ് മയ This is UI world. ക്യാമറ ഒക്കെ പോണത്. ഓ shit. ഓ എന്താ കാരണം? അയ്യോ, അത് അടിപൊളിയായിട്ടോ. UI വന്നത് ഉപേന്ദ്ര മാൻ, ജി മനോഹരൻ, ശ്രീകാന്ത് മനോഹരൻ, നവീൻ മനോഹരൻ കോ പ്രൊഡ്യൂസ്ഡ്. വാവ്, അടിപൊളി അല്ലേ? അടിപൊളി സാധനം, ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ, ഫസ്റ്റ് ലുക്ക് അല്ല, സോറി, ഇതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് കണ്ടപ്പോൾ തന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം UI എഴുതുന്ന രീതിയാണെങ്കിലും ആ കുതിരയും ഭയങ്കര ഉണ്ട്. അത് കുതിരയുടെ ശരിക്കും അത് കാലില് അടിക്കുന്ന മറ്റേ സംഭവം ഉണ്ടല്ലോ, കാലിന്റെ അടിയിൽ അടിക്കുന്ന സംഭവം, എന്തോലും ലാടം അടിക്കല്ലോ, ലാടാണോ ആ സാധനം. പിന്നെ ഈ നെറ്റിന്റെ അവിടെയുള്ള അങ്ങനെ ഒരു കുറിന്റെ ഒരു സംഭവം, ആ രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര രസമായിട്ട് അപ്പൊ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മ്യൂസിക് എല്ലാം. ഇവിടെ ഫസ്റ്റ് ലുക്ക് ഒക്കെ ഒരു ഗ്ലിംസ് ആയിട്ടാണ് കാണിക്കുന്നത്. 1 മിനിറ്റ് 56 സെക്കൻഡിലുള്ള ഒരു ഗ്ലിംസ് ഒക്കെ ഇപ്പൊ 1 മിനിറ്റ് 29 സെക്കൻഡ്, 1 മിനിറ്റിന്റെ താഴേക്ക് വരുന്നത് ഒരു ടീസർ എന്ന് തന്നെ പറയാം. ആ രീതിയിൽ അത്രയും ലെങ്ത് ഉള്ള സാധനമായിട്ടാണ് അവർ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നോട്ടം അടിപൊളിയായി. പിന്നെ ക്യാമറ വർക്ക് ഭയങ്കര രസമുണ്ട്. പിന്നെ ദിസ് ഈസ് നോട്ട് ദ വേൾഡ് ഓഫ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകമല്ല, UI വേൾഡ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ ഒരു റോസ് കളറിലുള്ള ഇലയും ഇതൊക്കെ റോസ് കളറിൽ, അവിടെ നിൽക്കുന്ന ആളുകൾ, അവിടെ ഉള്ള പെരുമ്പാമ്പിനെ തോന്നുന്ന ചുറ്റി കിടക്കുന്ന പാമ്പ് ഒരു റോസ് കളറിൽ, അതൊക്കെ ഒരു എന്താ പറയുക, ഒരു സൈഫൈ സാധനം, അങ്ങനത്തെ ഒരു ഫീല് വരുന്നുണ്ട്. നമ്മൾ ഹോളിവുഡിലൊക്കെ അങ്ങനത്തെ സിനിമകൾ കാണാറുണ്ട്. പിന്നെ കുറെ ആളുകൾ ആദ്യം വന്ന ഒരു ചക്രവർത്തിനെ പോലെ ഒരാൾ ഇങ്ങനെ കാൽമക്കാലായിട്ട് ഇരിക്കുന്നത്, മുപ്പര് ഭയങ്കര ഹൈറ്റ്, താഴെ 2 സ്ത്രീകൾ തീരെ ഹൈറ്റില്ല. അത് കഴിഞ്ഞ് ഒരാൾ ആനയിച്ചു കൊണ്ടുവരുന്നത്, പുള്ളിക്കാരൻ ഭയങ്കര ഹൈറ്റ്. ഈ അത്ഭുതത്തിലൊക്കെ കാണുന്ന പോലെ ഹൈറ്റിലത്തെ സാധാരണ ആൾക്കാരാണ്, പക്ഷെ അവരെ കുള്ളമ്പരായിട്ട് ഫീൽ ചെയ്യുന്നു, അത്രയും ഹൈറ്റ് ഉള്ള ആളുകൾ. പിന്നെ ഒരു കോമാളി ലുക്കിൽ അല്ലെങ്കിൽ ജോക്കർ ലുക്കിൽ കണ്ട അദ്ദേഹം ഭയങ്കര ഹൈറ്റ്. സോ അങ്ങനെ കുറെ സംഭവം. പിന്നെ ഈ കുതിരയായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉള്ള, കുതിരപ്പുറത്താണ് ഈ നമ്മുടെ ഉപേന്ദ്രയുടെ കഥാപാത്രം എപ്പോഴും വരുന്നത്. ഒരു കാലൻ ലുക്ക് കൊടുത്തിട്ടുണ്ട്, തലയിൽ മറ്റേ ആ ഒരു കാളക്കൊമ്പിന്റെ ആകൃതിയിലുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വല്ലാത്ത കഥയാണ് പറയാൻ പോകുന്നത് തോന്നുന്നു. ഒരു സൈഫൈ സാധനം തന്നെയാണ്, സയൻസ് ബേസ്ഡ് സാധനം തന്നെയാണ് പറയാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെയാ കുത്തിക്കൊള്ളിച്ചിട്ടുണ്ട്, എന്തൊക്കെയാ വരുന്ന ഒരു പിടിയില്ല. പിന്നെ ഡയറക്ടർ പുള്ളിക്കാരനായതുകൊണ്ട്, അഭിനയിക്കുന്നത് പ്രധാന കഥാപാത്രം പുള്ളിക്കാരൻ തന്നെയാണ്, പക്ഷെ ഡയറക്ടർ എന്ന രീതിയിൽ
ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ്. പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ അത്തരത്തിൽ വലിയ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പ്രധാനപ്പെട്ട 1-2 സിനിമകൾ കണ്ടതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടാഞ്ഞിട്ടാണ്, കുറെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പൊ ലാസ്റ്റ് ഒരു മൂവി കണ്ടത് ഇതിന്റെ ആ ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്നപ്പോൾ അതിന്റെ താഴെ കമന്റിൽ വന്ന ഒരു സിനിമ, അത് ഞാൻ എടുത്ത് കണ്ടു. ഗംഭീര സിനിമയായിരുന്നു. അങ്ങനെ എനിക്ക് കറക്റ്റ് പേര് കിട്ടുന്നില്ല. കിട്ടുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ നല്ല സിനിമകളുടെ പേരുകളൊക്കെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടോട്ടെ. പിന്നെ ഞാനും കാണാത്ത സിനിമ ഉണ്ടെങ്കിൽ, നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുന്നതാണ്. സോ എന്തായാലും ഡയറക്ടർ എന്ന രീതിയിൽ പുള്ളിക്കാരൻ അത്രമാത്രം വലിയൊരു ആളാണ് നമുക്ക് പറയാം. സോ ഇത് ഭയങ്കര പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട സിനിമയിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് തരാൻ ഉദ്ദേശിക്കുന്നതാണ് തോന്നുന്നത്. ഇതുവരെ വന്നിട്ടുള്ള ഈ ലുക്ക്, ടൈറ്റിലും അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ലുക്കും ഒക്കെ, ആ വീഡിയോയും ഗ്ലിംസും ഒക്കെ അത്തരത്തിൽ നമ്മളിപ്പോ കണ്ടുവരുന്ന സിനിമയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു ഈ പാൻ ഇന്ത്യൻ രീതിയിൽ ചെയ്യുന്ന സിനിമ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള കഥാപശ്ചാത്തലവും അത്തരത്തിലുള്ള മേക്കിംഗ് സ്റ്റൈലും ഒക്കെ ഉള്ള ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത്. എനിവേ, ഈ എക്സൈറ്റഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളി എന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് ഇത് എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഫസ്റ്റ് ലുക്കിന് പോലും. സോ ഇനി ടീസറും ട്രെയിലറൊക്കെ വരുമ്പോൾ നമുക്ക് മാക്സിമം അത് എന്താണെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കാം. എനിവേ, വെയിറ്റിംഗ്. എല്ലാ സിനിമയ്ക്കും കാത്തിരിക്കുകയാണ്, എല്ലാ സിനിമയ്ക്കും പോകും. സോ അതിൽ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കും പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ